ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പനീർ മസാല തയ്യാറാക്കാം. അതിനായിട്ട് 300 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം പനീർ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു 3-4 സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളക് തക്കാളി അരിഞ്ഞെടുക്കുക. അരിഞ്ഞതിന് ശേഷം തക്കാളി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം മസാലകൾ റെഡിയാക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ ഒരു ചെറിയ പാത്രത്തിനകത്താക്കി വെച്ച് പാൻ അടുപ്പത്ത് വെച്ച് ആദ്യം ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞ് ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. നന്നായിട്ട് വരഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അതിനുശേഷം മസാല അതിനകത്ത് ഇടണം. മസാല ഇട്ടതിന് ശേഷം നന്നായിട്ട് വരട്ടിയെടുക്കുക. വരട്ടിയെടുത്തതിന് ശേഷം തക്കാളി അരച്ച് വെച്ച പേസ്റ്റും കൂടെ അതിനകത്ത് ഒഴിച്ച് അത് ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ആ പാൻ തന്നെ കഴുകിയതിന് ശേഷം കുറച്ച് ഓയിലും 1 സ്പൂൺ നെയ്യും ചേർത്തതിന് ശേഷം പനീർ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം. അതിനുശേഷം ആ പാനിൽ തന്നെ കുറച്ച് മസാല ചേർക്കണം. കുരുമുളക്, ഏലക്ക, പട്ട അങ്ങനെ മസാലകൾ ശകലം ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും എല്ലാം വരട്ടിയതൊന്ന് അരച്ചത് ആ മസാലയിൽ തന്നെ ഇട്ട് നല്ലവണ്ണം വരട്ടിയെടുക്കണം. നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കണം. നന്നായിട്ട് വരണ്ട് വന്നതിന് എണ്ണ തെളിഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പനീർ അതിൽ ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം കുറച്ച് കസ്തൂരി മേന്തി എടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഞെരടി പൊടിച്ച് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കണം.